എന്റെ ഭഗവാനെ. ഡോക്ടറെ, ഡോക്ടറെ വാതിൽ തുറക്ക. എന്താ നിന്റെ തുറന്നില്ലെങ്കിൽ നീ ഞങ്ങള് പോലീസുകാരാ. എവിടെ ചെന്നാലും ഈ വൃത്തിയേട്ടവന്മാർ എന്റെ പിന്നാലെ കിടന്ന് നടക്കണേ. ഞാൻ വരും കട്ടുണ്ടോ? അശിപ്പ് എന്താ വിശേഷം? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പറയാം. എന്താ രാവിലെ പെട്ടിയോട്ടെ എങ്ങോട്ടാ? ആ മനക്കിലെ നമ്പൂരിക്ക് നമ്പൂരിയുടെ ആനക്ക് സുഖമില്ലാന്ന് ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, ഒരുപാട് തട്ടി വിളിച്ചു. അതുകൊണ്ടാ ഇതിലേ വന്നത്. ഉറക്ക വിളിച്ചു. ഞാൻ കേട്ടില്ലേട്ടാ. കേട്ടില്ലേ? ഇല്ല. ഞാൻ എന്നാ പോട്ടെ. ആ പോകാൻ പറ്റട്ടെ. സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ടുണ്ട്. സിംഗപ്പൂരിന്നാ? അമ്മാവനോ? അമ്മാവൻ എന്തിനാ വെറുതെ സിംഗപ്പൂരിൽ നിന്ന് വന്നേ? ദാ നിൽക്കുന്നു അമ്മാവൻ. മോനെ, മരുമോനെ, എന്റെ പൊന്നുമോനെ. ഇവനാള് മെലിഞ്ഞു പോയല്ലോ. ഇവനാകെ അമ്പരം നിൽക്കുക. ഒത്തിരി കൊല്ലം കൂടിയിട്ട് കാണുന്നതല്ലേ. കവലയില് കുഞ്ഞന്നായുടെ കടയിൽ വന്ന് തിരക്കുമ്പോഴാ കണ്ടത്. കണ്ട ഉടനെ ഞങ്ങള് കസ്റ്റഡിയിലെടുത്തു. ഓ, യാത്ര ചെയ്ത് വലഞ്ഞു. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. അമ്മാവനെ കണ്ടിട്ട് ക്ഷീണം തോന്നുന്നുണ്ടോ മോനെ? താങ്ക് യു. എന്നാ ഞങ്ങൾ വരാം. ഓക്കെ. ഓ, താങ്ക്സ് വേണ്ട, ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടേ? താങ്ക് യു. ആ പിന്നെ ടാക്സിന്റെ കാശ് കൊടുത്തിട്ടോ. ഓക്കെ, സമാധാനായി. നീ പൊട്ടി ബാഗൊക്കെ ഒന്ന് എടുത്താട്ടെ. പിടിച്ചോ. ഡോക്ടർ പശുപതി. ഈ നാട്ടിലെ പശുക്കൾക്കും കാളുകൾക്കും നിന്നെ തിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ ഭൈരവാ. ദേ നോക്ക്, ബുദ്ധിമുട്ടി തമാശ പറയല്ലേ. ആരുടെ പിണ്ടം വെക്കാനെ നിന്നെ പിന്നെ കെട്ടിയെടുത്തേ? അടിച്ച് ഞാൻ ഷേപ്പ് മാറ്റും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നീ എന്നെ കാത്തുക്കുന്നായിരുന്നു എന്റെ പ്രതീക്ഷ. ജയിലിൽ നിന്ന വരവ്? അതെ, കണ്ണൂരിന്ന്. എന്നാ പിന്നെ നിനക്ക് ആ കണ്ണൂർ ജയിലിലെ കഴുമരത്തുമ്പോ കെട്ടി ഞാൻ ചത്തിട്ടുണ്ട് എഴുന്നില്ലേ പോരായിരുന്നോ? അതേടാ, കട്ടുമോട്ടിച്ച് നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും നമ്മൾ ഒന്നായിരുന്നു. ഇപ്പൊ എനിക്കൊരു മൂടുറച്ചു നായപ്പോ ഈ പഴയ ചങ്ങാതിയെ വേണ്ടടാ. ഓ, സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ രണ്ടാ. ഞാൻ ഡോക്ടർ പശുപതി, നീ പഴയ കമ്പിയോളപ്പ് വേലായുധൻ. നിനക്ക് പോവാ. എടാ ഭൈരവ, പേട്ടു വേലായുധ, ഒന്ന് പതുക്കെ പറ. നിന്റെ സകല രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്റെ വരവ്. എന്നെ അത്ര എളുപ്പം പറഞ്ഞു വിടാൻ നോക്കണ്ട. നിനക്ക് ഈ കള്ളവേഷം കെട്ടി ആരും പേടിക്കാതെ ഇവിടെ ജീവിക്കാമെങ്കിൽ ഞാനും ഇവിടെ അങ്ങ് കൂടുക, നിന്റെ അമ്മാവനായിട്ട്. അവകാശം പറഞ്ഞു വന്നിരിക്കുന്ന അമ്മാവൻ തെണ്ടി. ഞാനിവിടെ സമാധാനമായിട്ട് ഇത്തിരി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കണില്ലല്ലേ? മര്യാദ പോയില്ലല്ലോ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒന്ന് പോടാ കൊടുത്തു. എന്താണ്? വേണ്ട ഭൈരവ, വേണ്ട, അടങ്ങിക്കോ. മുട്ടുംകാലം മടക്കി ഞാൻ ഇടിക്കും. എന്റെ ശരീരം കേടി എന്താ അമ്മാവനും മരുമോനും കൂടുകൂടൂ? വന്നപ്പോ തുടങ്ങിയതാണ് ഇവന്റെ ഒരു തമാശ കളി. സന്തോഷം മൂത്തലിക്കാനായിട്ട് ഒരു കളി ഒറ്റടി ചിലപ്പോൾ. നമ്മളിപ്പോഴും ചെറുപ്പാണ് അവരൊക്കെ വിചാരേ. അല്ല, അപ്പൊ ആളെ മനസ്സിലായില്ല. ഞാൻ പ്രസിഡന്റ്. എന്തിന്റെ? പഞ്ചായത്തിന്റെ. ആ സിംഗപ്പൂരിൽ നിന്ന് അമ്മാവൻ വന്നിട്ട് നാളുനാര് പറഞ്ഞു. വേഷം കണ്ടപ്പോ മനസ്സിലായി ഇത് തന്നെ ആയിരിക്കും ആളെന്ന്. എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഈ അമ്മാവനാ. സിംഗപ്പൂരിൽ നിന്ന് വരുന്ന വഴിക്ക് എന്നെ ഒന്ന് കണ്ടിട്ട് പോരെന്ന് വിചാരിച്ചു വന്നതാ. തിരിക്കായി ഇല്ലേ അമ്മാവ? മടക്കയാത്ര ഉടനെ ഉണ്ടാവുമോ? കുറച്ചു ദിവസം മരുമോനോട് താമസിച്ചിട്ട് പോയാ പോരെ? ഏയ് പറ്റില്ല, വലിയ ബിസിനസ്സും തിരക്കൊക്കെ ഉള്ള ആളാ. ശരിയാ, പക്ഷെ എനിക്ക് അതിലും വലുതായി ഇവൻ. ഇനി ഇവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. സ്വത്തും പണമൊക്കെ ഉണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളല്ലേ വലുത്. പിന്നെ തിരക്കുണ്ട്. സമയം പോലെ വീട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങണം, വല്ലതൊക്കെ സംസാരിച്ചിരിക്കാം. ഞാൻ ഒരു ദിവസം എടുത്തോണ്ട് വരാം. ആട്ടെ. പട്ടി നിന്നെ ഞാൻ നാളെ ഞാൻ ഉണ്ടാവില്ല, പഞ്ചായത്ത് മീറ്റിംഗ്. മറ്റന്നാളോ അതിന്റെ പിറ്റേന്നാളോ വഴി സംശയമുണ്ട് ഡോക്ടറോട് ചോദിച്ചാൽ മതി. ഞാൻ കൊണ്ടുവന്നത് അവിടെ. പിന്നെ ഇപ്പൊ വേണ്ട. ശരി. നീ വൈരവാ, പോലീസ് സൂപ്പറിന്റെ വീട്ടിലേക്ക് ഒരു മാല പൊട്ടിക്കൂലടാ. എസ് ഐ തോമസ് സാർ, ഗുഡ് മോർണിംഗ് സാർ. പ്രതി കുറ്റം സംഭവിച്ചു സാർ. ഇന്ന് രാവിലെ തുടങ്ങിയ ഇടി ഇപ്പോഴും നിർത്തിയിട്ടില്ല.
ഇനി 20 സാധനം കൂടെ കിട്ടിയാൽ മതി. സർ, മാല മോഷണം പോയിട്ടില്ലെന്നോ? കുളിമുറിയിൽ നിന്ന് കിട്ടിയെന്നോ? സോറി സർ, വിട്ടേക്കാം സർ, ഇപ്പൊ തന്നെ വിട്ടേക്കാം. ഓക്കെ സർ, ഓക്കെ ഓക്കെ സർ. ജോൺ സർ, പിന്നെ വയറു നിറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുത്ത് പറഞ്ഞു വിട്. ഓടാ ഓടാ അടക്കേ. തോമാച്ച എടാ പപ്പനാവാ. അപ്പോ ഞാൻ വിളിച്ചാ നീ വരും അല്ലേ? SI-മാരല്ലേ, വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റുമോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിന്റെ ഇടിയും തൊഴിയെ കഴിഞ്ഞോ? ഊരാതെ ഊരാതെ ഊരാതെ. ആ വീട്ടിലേക്ക് പോവാം, ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാകില്ല. ആ നിന്റെ പെട്ടിയും കിടക്കൊക്കെ എന്ത് ചെയ്യും? പുറത്തൊരു ഏമാനെ ഏൽപ്പിച്ചിരിക്കുക. ആ വാ. അമ്മു, എടി അമ്മു, എന്താ ഈ പെണ്ണ് ചെയ്തോണ്ടിരിക്കുന്നത്? ഓ, പെണ്ണിന്റെ ഒരു കിനാവേ. ആ കുരുത്തം കെട്ട ചെറുക്കൻ പുറപ്പെട്ടു പോയതാണോടി? പപ്പേട്ടൻ ജോലി അന്വേഷിച്ച് പോയതാ പട്ടണത്തില്. ഓലക്കാരി മൂട്. ആ എരണം കെട്ടവന് ആരാടി ജോലി കൊടുക്കാൻ പോണത്? എന്തിനാ മുത്തശ്ശി പപ്പേട്ടന് വെറുതെ ഓരോന്ന് പറയുന്നത്? പപ്പേട്ടന് മുത്തശ്ശിയുടെ ചെറുമോൻ തന്നല്ലേ? അതായിരുന്നു എന്റെ പേടി. ആ മുതുക്കൻ തന്തേരെ തനി സ്വഭാവം തന്നെ പപ്പന്. ഇനി മുത്തശ്ശനെ കുറിച്ചായി എന്താടി പറഞ്ഞാല്? എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ നിന്റെ പുന്നാര മുത്തശ്ശൻ. ഓ, അയാള് ചെറുപ്പത്തിലെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല. അയ്യേ, എന്തൊക്കെ പറയുന്നു ഈ മുത്തശ്ശി? ഓ, ഒരു നാണക്കാരി. ഞാൻ കൊറേ കണ്ടിട്ട് നീ അവനായുള്ള കളിയും ചിരിയൊക്കെ. ഭഗവതി, എങ്ങോട്ടായാലും വേണ്ടില്ല, അവനിവിടുന്ന് കെട്ടിയെടുത്തത് നന്നായി. മനുഷ്യന്റെ ആദ്യം ഒന്ന് അടക്കാലോ നീ. പപ്പേട്ടനെ കൊണ്ട് മുത്തശ്ശിക്ക് എന്താ ഇത്ര ദണ്ണം? അമ്പടി, വയസ്സായ എനിക്കാ ദണ്ണം. എടി, നിന്റെ ഈ പ്രായം കഴിഞ്ഞല്ലടി ഞാൻ ഇതുവരെ എത്തിയത്. മുത്തശ്ശിക്ക് വേറൊന്നും പറയാനില്ലേ? പെണ്ണേ, വെടിമരുന്ന് നിന്റെ കയ്യിലിരിക്കുന്നത്. ചൂട്ടുകൊണ്ട് അടുത്തുകൂടെ പോയാ മതി തീ ആളി പിടിക്കാൻ. നിന്റെ ഇളക്കൊക്കെ നിർത്തിക്കേ പെണ്ണേ. അമ്മ എന്തിനാ ഈ വായി തോന്നിയതൊക്കെ അവളോട് പറയുന്നേ? മോളെ, അകത്ത് പോയിരുന്ന എല്ലാം പഠിക്കാൻ നോക്ക്. എഴുന്നേറ്റ് പൊടി ഇരുന്ന് കിണ്ണാണം കേൾക്കാതെ. ഓ, പെണ്ണിനൊരു ചന്തം വെച്ചല്ലേടി. ആ, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൾ ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു കൊടുത്താ മതി. ഓ, അമ്മയുടെ കണ്ണ് എപ്പോഴൊന്നും അടയാൻ പോകുന്നില്ല. പെരുമ്പിലാവിലെ അമ്മൂന് ഒരു തറവാട്ടുകാരൻ സംബന്ധം വെച്ചു. നാട്ടുകാരങ്ങോട്ട് കുശുമ്പ് കുത്തട്ടീ. അവനൊരു കേമൻ തന്നെ ആയിരിക്കണം. ഈ അമ്മയുടെ ഒരു കാര്യം, വയസ്സ് കാലത്ത് തള്ള നീ പൊടി അവിടുന്ന്. എന്താ സാർ? ഞാൻ UDC കാത്തു നിൽക്കുകയായിരുന്നു. അയ്യോ, എന്നെയോ? കുമാരി പേടിക്കാതെ, എന്റെ സ്വഭാവം അറിയാലോ. ഉത്തരവാദിത്തങ്ങൾ ബാക്കി വന്നാൽ എനിക്ക് ആകെ ഒരു വിഷമം. ഫയലുകളൊക്കെ ഈ ആഴ്ച തന്നെ ശരിയാക്കി അയക്കാം സാർ. ജോലി കൂടുതലും ഉണ്ടാ താമസം വന്നത്. അയ്യേ, ഞാൻ പറഞ്ഞു വന്നത് ബാലന്റെ കാര്യമാ. ഞാനിതെങ്ങനെ അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു സാർ. എന്ത് കാര്യം? കല്യാണത്തിന്റെ. അതെ, അത് തന്നെയാണ് ഞാനും പറഞ്ഞു വന്നത്. ബാലന്റെ കല്യാണം ഞാൻ തീരുമാനിച്ചു. അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനെന്തിനെതിരെ നിൽക്കണം? മുറപ്പെണ്ണാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ അവന് ഒരേ വാശി. സാർ, ഈ സാറെന്നുള്ള വിളി നിർത്തണം. മനസ്സിലായില്ല. അവൾ മരിച്ചിട്ട് 10-12 വർഷമായെന്ന് കുമാരിക്ക് അറിയാമല്ലോ. ഇന്നേ വരെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ. സാർ, ഇനി ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വലിയ ആർഭാടമൊന്നുമില്ലാതെ നമ്മുടെ വിവാഹം അങ്ങ് നടത്താം. എന്താ? മൃഗം. സാർ, ഇങ്ങോട്ട് പോകണം. നമുക്ക് ഒരുമിച്ച് ആരാ? ഗുഡ് ഈവനിങ് സാർ. എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല. ആരാ? ആരുമല്ല. അനാഥയാ? എന്നാ തോന്നുന്നു. എന്നാ വിളിക്കാം. എന്താ കൈകൊണ്ടെന്താ? വിളിച്ചതാ. എന്താ വിളിച്ചതാ. കുട്ടിയോട് വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ധൈര്യമായിട്ട് വന്നോളൂ. ഇതാരത്? UDC. UDC യാ? ഇയാളെ മുത്തച്ഛനാ? സാറാ. സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ?
അല്ല ഓഫീസിലെ എടോ തനിക്ക് ഇത്ര പ്രായമായാലോ മൂത്ത് നരച്ചില്ലേ അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് റോട്ടിൽ പെൺകുട്ടികളുടെ ചാടി കളിക്കാ അല്ല ഞാൻ ബസ്സിന് വിടാനേ ആ, കേറ്. അതായത്, ആ, കേറ്. കേറ്. കുമാരി കേറ്. കേറൂ കേറ്. ആ. കേറ്, കേറ്. സാറ് പറയുന്നത് കേറ് കേറ്. ആ ഡോ എന്തോ കേറടോ ആ ഈ കേറിക്കൊണ്ടിരിക്കുകയാണ് കേറും ആ അങ്ങോട്ട് കേറ് ആ ഞാൻ കേറാം ആ പിന്നിലി ആ കുട്ടി ഇവിടെ ഇരുന്നു ആ, കുമാരി കേറും വേണ്ട 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 ഇവിടെ ഇരുന്നാ മതി ഇവിടെ ഇരുന്നോളൂ ആ അവിടെ ഇരുന്നുള്ളൂ ഇരുന്നോളൂ കേട്ടോ ആ ഇരിക്കൂ അതിനെന്താ എവിടെ വീട് ചവറ ചവറ ഏയ്.